ശത്രുരാജ്യങ്ങളിൽ നുഴഞ്ഞുകയറി വിവരങ്ങൾ ചോർത്തുകയും രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുകയും ചെയ്ത നിരവധി പേരുണ്ട്. പലരുടെയും കഥകൾ ഒരിക്കലും പുറംലോകം അറിയാറ് പോലുമില്ല. ജീവിതം രാജ്യത്തിന് നൽകിയിട്ടും മിക്കവർക്കും പകരം കിട്ടിയത് അവഗണന മാത്രമാണ്. ഈ ഗണത്തിൽ ആദ്യം പറയേണ്ട പേരാണ് രവീന്ദർ കൗശിക് എന്ന നബി അഹമ്മദ് ഷാക്കിറിൻ്റേത്. ഇന്ദിരാഗാന്ധി ബ്ലാക്ക് ടൈഗർ എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ചാരൻ. ഇന്ത്യയുടെ ചാരന്മാരിൽ ഒരിക്കലും പകരം വയ്ക്കാനാളില്ലാത്ത ഒരാളാണ് രവീന്ദർ കൗശിക്. ത്രസിപ്പിക്കുന്ന ആ ജീവിത കഥയാണ് അതിന് തെളിവ്. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ചരിത്രം പരിശോധിച്ചാൽ പോലും രവീന്ദർ കൗശിക്കിനെ പോലെ ത്യാഗങ്ങളും ക്രൂര പീഡനങ്ങളും സഹിച്ച ഒരാൾ ഉണ്ടാകില്ല. പാക് ചാരനാകാൻ വേണ്ടി മതം മാറി മുസ്ലിം ആവുകയും ഒടുവിൽ പാക് സൈന്യത്തിൽ മേജർ പദവി വരെ എത്തുകയും ചെയ്ത അത്യുജ്വല ജീവിതമാണ് രവീന്ദർ കൗശിക്കിൻ്റേത്. 1952 ഏപ്രിൽ 11 രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ സാധാരണ കുടുംബത്തിലാണ് രവീന്ദർ കൗശിക് ജനിച്ചത്. മികച്ച അഭിനേതാവായിരുന്ന രവീന്ദർ പഠനകാലയളവിൽ തന്നെ നാടകരംഗത്ത് ശ്രദ്ധേയനായി. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും വഴിത്തിരിവുണ്ടാക്കിയത്. അക്കാലത്ത് ലക്നൌവിൽ നടന്ന ദേശീയ നാടക മത്സരം കാണാൻ ഇന്ത്യൻ ചാരസംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലെ ചില ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. രവീന്ദറിനെ ചാരനാക്കിയാലുള്ള സാധ്യതകൾ അവർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. റോ ഉന്നയിച്ച ആവശ്യം ഏറെ റിസ്ക്കുള്ളതായിരുന്നെങ്കിലും തികഞ്ഞ രാജ്യസ്നേഹിയായിരുന്ന രവീന്ദർ കൗശിക്കിന് രണ്ടാമതൊന്ന് ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് പാകിസ്ഥാനിൽ പോവുക, അവിടെ പഠിക്കുക, അവിടെ നിന്ന് തന്നെ വിവാഹം കഴിക്കുക, എങ്ങനെയും പാക് സൈന്യത്തിൽ ജോലി നേടുക, അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറുക, അതായിരുന്നു രവീന്ദറിൻ്റെ ദൗത്യം. അങ്ങനെ 23-ാം വയസ്സിൽ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് അയക്കപ്പെട്ടു. അതിനുവേണ്ടി ഏറെ മുന്നൊരുക്കങ്ങളാണ് ആ യുവാവ് നടത്തിയത്. റോയിൽ ചേർന്ന ശേഷം ഡൽഹിയിൽ 2 വർഷം കഠിന പരിശീലനം. പിന്നീട് മതം മാറി നബി അഹമ്മദ് ഷാക്കിർ എന്ന പേര് സ്വീകരിച്ചു. അതിനായി സുന്നത്ത് ചെയ്തു. ഉറുദു ഭാഷയ്ക്ക് പുറമെ ഇസ്ലാം മതപഠനവും നടത്തി. പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയും സംസ്കാരവുമെല്ലാം രവീന്ദർ ആഴത്തിൽ മനസ്സിലാക്കി. പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പഞ്ചാബി ഭാഷയിലും അദ്ദേഹം നിപുണനായി. 1975 രവീന്ദർ കൗശിക് പാകിസ്ഥാനിലെത്തി. കാര്യങ്ങളെല്ലാം റോയുടെ നിർദ്ദേശം പോലെ നടന്നു. കറാച്ചി സർവകലാശാലയിൽ നിയമബിരുദ പഠനത്തിന് ശേഷം രവീന്ദറിന് പാക് സൈന്യത്തിൽ കമ്മീഷൻഡ് ഓഫീസറായി ജോലി ലഭിച്ചു. ഏറെ വൈകാതെ സൈന്യത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ നബി അഹമ്മദ് ഷാക്കിർ വൈകാതെ മേജറായി. അതിനിടെ ഒരു പാക് കുടുംബത്തിൽ നിന്ന് അദ്ദേഹം വിവാഹവും കഴിച്ചു. അപ്പോഴൊക്കെ മുറ തെറ്റാതെ സ്വന്തം വീട്ടിലേക്ക് രവീന്ദർ കൗശിക് കത്തുകൾ അയച്ചിരുന്നു. 1979 മുതൽ 1983 വരെ പാക് സൈന്യത്തിൽ പ്രവർത്തിച്ച രവീന്ദർ കൗശിക് ഏറെ നിർണായകമായ വിവരങ്ങളാണ് ഇന്ത്യക്ക് കൈമാറിയിരുന്നത്. ഇന്ത്യൻ സൈനിക മുന്നേറ്റത്തിന് സഹായകരമായ നിരവധി വിവരങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. രാജസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ പാക് സൈന്യം നടത്തിയ ശ്രമങ്ങളെല്ലാം ഇന്ത്യ പരാജയപ്പെടുത്തിയത് ആ ചാരൻ നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ശത്രുപാളയത്തിൽ നുഴഞ്ഞു കയറി അവരുടെ ഒരാളായി കഴിഞ്ഞ് അതീവ രഹസ്യ വിവരങ്ങൾ കൈമാറുന്ന ആ ചങ്കൂറ്റം ഇന്ത്യൻ സൈനിക മേധാവികളെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ധീരനായ ചാരന് ബ്ലാക്ക് ടൈഗർ എന്ന പേര് നൽകിയത്. എന്നാൽ അതൊന്നും അധികകാലം നീണ്ടില്ല. കൊടിയ പീഡനങ്ങളായിരുന്നു പിന്നീട് രവീന്ദർ കൗശിക്കിനെ കാത്തിരുന്നത്. അതിനു വഴിമരുന്നിട്ടത് ഇന്ത്യ നടത്തിയ ഒരു നീക്കം പരാജയപ്പെട്ടതാണ്. കൗശിക്കുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന് 1983 ഇന്ത്യ ഒരു ചാരനെ കൂടി പാകിസ്ഥാനിലേക്ക് അയച്ചു, ഇനായത്ത് മസിഹ. എന്നാൽ ഇനായത്ത് പാക് ചാരന്മാരുടെ വലയിൽ കുടുങ്ങി. അയാളിലൂടെ രവീന്ദർ കൗശിക് എന്ന നബി അഹമ്മദ് ഷാക്കിറിന്റെ യഥാർത്ഥ മുഖം പാക് സൈന്യം തിരിച്ചറിഞ്ഞു. വൈകാതെ അവർ അദ്ദേഹത്തെ പിടികൂടി. സമാനതകളില്ലാത്ത ക്രൂരതകളാണ് പിന്നീട് രവീന്ദർ നേരിട്ടത്. 2 വർഷത്തോളം സിലിക്കോട്ടിലെ രഹസ്യ താവളത്തിൽ കഠിനമായ ചോദ്യം ചെയ്യൽ. ഉറങ്ങാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പുരികങ്ങൾ പാക് സൈന്യം മുറിച്ചെടുത്തു. രഹസ്യഭാഗങ്ങളിൽ മുറിവേൽപ്പിച്ചു. കാതുകളിൽ ഇരുമ്പ് ദണ്ട് ചൂടാക്കി കുത്തിയിറക്കി. എന്നാൽ ഒരു വിവരവും പാകിസ്ഥാന് ലഭിച്ചില്ല. 16 വർഷം സിലിക്കോട്ട്, കോട്ട് ലാഖ്പത്ത്, മയാൻവാലി ഇങ്ങനെ പല ജയിലുകളിൽ രവീന്ദർ കൗശിക്കിനെ മാറി മാറി താമസിപ്പിച്ചു. കഠിനമായ പീഡനങ്ങൾക്കിടെ അദ്ദേഹത്തിന് ആസ്മയും ക്ഷയരോഗവും പിടിപെട്ടു. ഒടുവിൽ ഹൃദ്രോഗിയുമായി. 18 വർഷത്തെ കൊടിയ പീഡനങ്ങൾക്ക് ശേഷം 2001 സെപ്റ്റംബർ 21 മുൾട്ടാനിലെ ന്യൂ സെൻട്രൽ ജയിലിൽ വെച്ച് രവീന്ദർ കൗശിക് അന്തരിച്ചു. ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന് പീഡനങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു അത്. ഒരു പുസ്തകം പുറത്തിറങ്ങിയില്ലായിരുന്നുവെങ്കിൽ സിനിമാ കഥകളെ വെല്ലുന്ന ആ ജീവിതം ആരും അറിയാതെ പോകുമായിരുന്നു.
റോയുടെ മുൻ ജോയിന്റ് ഡയറക്ടർ മലോയ് കൃഷ്ണധർ എഴുതിയ മിഷൻ ടു പാകിസ്ഥാൻ ആൻഡ് ഇന്റലിജൻസ് ഏജൻസ് എന്ന പുസ്തകം. ആ പുസ്തകം പറഞ്ഞത് രവീന്ദർ കൗശികിന്റെ കഥയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പേര് അതിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. സൽമാൻ ഖാൻ നായകനായ ഏക്താ ടൈഗർ എന്ന സിനിമ കൂടി ഇറങ്ങിയതോടെ ആ ചാറിനെ മാധ്യമങ്ങൾ തേടിപ്പിടിച്ചു. രവീന്ദർ കൗശിക് എന്ന ഉജ്ജ്വല രാജ്യസ്നേഹിയെ ഇന്ന് നാടിനറിയാമെങ്കിലും നയതന്ത്രപരമായ കാരണങ്ങളാൽ ഔദ്യോഗികമായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ രവീന്ദർ കൗശികിന്റെ കുടുംബത്തിന് 500 രൂപ പ്രതിമാസ പെൻഷൻ അനുവദിച്ചിരുന്നു. പിന്നീടത് വർദ്ധിപ്പിച്ചു നൽകുകയും 2006 അമ്മ അമലാദേവി മരിക്കുന്നതുവരെ തുടരുകയും ചെയ്തു. ചാരവൃത്തി സമ്മതിക്കുന്നതിലുള്ള നിയമപ്രശ്നങ്ങൾ മൂലം രവീന്ദർ കൗശിക്കിന് വേണ്ടി മറ്റൊന്നും ചെയ്യാൻ മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞില്ല. ജയിലിലുള്ളപ്പോഴും കുടുംബത്തിന് സ്വന്തം അവസ്ഥകൾ വിവരിച്ച് രവീന്ദർ കൗശിക് കത്തുകൾ എഴുതിയിരുന്നു. ഒരു കത്തിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: അമേരിക്കക്കാരനായിരുന്നു ഞാനെങ്കിൽ 3-ാം ദിവസം ജയിലിൽ നിന്ന് മോചിതനായേനെ. ഞാൻ ഇന്ത്യക്കാരനായിപ്പോയി. ഇതാണോ സ്വജീവിതം തൊഴിച്ച ഒരാൾക്ക് ഇന്ത്യ നൽകുന്നത്? രവീന്ദർ കൗശിക്കിനോട് നമ്മൾ നീതി പുലർത്തിയോ? ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാം. 1965 സിറിയയിൽ തൂക്കിലേറ്റപ്പെട്ട എലി കോഹൻ എന്ന മൊസാദ് ചാരിന്റെ അവശിഷ്ടങ്ങൾക്കായി ഇന്നും ഇസ്രായേൽ ശ്രമം തുടരുന്നുവെന്ന് അറിയുമ്പോഴാണ് ഇക്കാര്യത്തിൽ നമ്മൾ എത്ര കണ്ട് പിന്നിലാണെന്ന് അറിയുക.